പോയാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എയ്റോ ലോഞ്ചിൽ ലൈംഗിക അതിക്രമം എന്ന പരാതിയിൽ ജനറൽ മാനേജർക്ക് സസ്പെൻഷൻ. ജീവനക്കാരുടെ പരാതിയിൽ നടപടിയെടുക്കാത്തതിനാണ് സസ്പെൻഷൻ. മുൻ IRS ഉദ്യോഗസ്ഥനായ രംഗസ്വാമി കടന്നുപിടിച്ചു എന്നാണ് ജീവനക്കാരുടെ പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു. ജീവനക്കാരി പണം കവരാൻ ശ്രമിച്ചെന്ന രംഗസ്വാമിയുടെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ഒരു യുവതിയുടെ പരാതി അവഗണിച്ചു, അതിനാണല്ലോ നിലവിൽ ജനറൽ മാനേജർക്ക് ഇപ്പോൾ സസ്പെൻഷൻ. ജനറൽ മാനേജർ തന്നെയല്ലേ? അതെ, അദ്ദേഹത്തിന് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. എന്തായിരുന്നു ജീവനക്കാരുടെ പരാതി? അവർക്കെതിരെയും ഒരു മുൻ IRS ഉദ്യോഗസ്ഥൻ പരാതി നൽകിയിട്ടുണ്ടല്ലോ, അതിൻ്റെയും ഉള്ളടക്കം എന്താണ് വിവരങ്ങൾ? ശ്യാമിലി, കഴിഞ്ഞ 12-ാം തീയതിയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ടായത്. അതായത് അന്ന് എയ്റോ ലോഞ്ചിൽ ലൈംഗിക അതിക്രമം എന്നുള്ളൊരു പരാതി ഉയർന്നു വരികയായിരുന്നു. അവിടുത്തെ ഒരു ജീവനക്കാരി ഒരു മുൻ IRS ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി നൽകിയിരുന്നത്. ആ മുൻ IRS ഉദ്യോഗസ്ഥനായിട്ടുള്ള രംഗസ്വാമി തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു പരാതി. എന്നാൽ ഈ പരാതി പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, രംഗസ്വാമി പോലീസിൽ നൽകിയ പരാതി അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വലിയ വീഴ്ച അവിടുത്തെ ജനറൽ മാനേജറുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു. ആ ജനറൽ മാനേജർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതും. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പോലീസ് ഇതിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രംഗസ്വാമി പറയുന്നത് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പരാതിക്കാരി തന്റെ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രംഗസ്വാമിയുടെ പരാതിയായിട്ടുള്ളത്. എന്നാൽ പെൺകുട്ടി പറയുന്നതാകട്ടെ, അല്ലെങ്കിൽ ജീവനക്കാരി പറയുന്നതാവട്ടെ, അവർ പറയുന്നത് രംഗസ്വാമി തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തി തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് പരാതിയിലും പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം എയർപോർട്ടിന്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചകൾ ജനറൽ മാനേജറുടെ ഭാഗത്തുനിന്ന് വന്നു. അദ്ദേഹം ഈ പരാതി പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഷാമിലി.